മംഗളൂരുവിൽ റോഡിലെ കുഴിയിൽ വീണ് സ്കൂട്ടർ യാത്രികയ്ക്ക് ദാരുണാന്ത്യം. റോഡിലേക്ക് വീണയുടൻ ട്രക്ക് കയറി ഇറങ്ങുകയായിരുന്നു. മുഹമ്മദ് റഹീസുണ്ട് വിശദാംശങ്ങളുമായി. റഹീസ്, എന്താണ് സംഭവിച്ചത്? എപ്പോഴായിരുന്നു ഈ അപകടം? ഗോകുൽ, അതിദാരുണമായ സംഭവമാണ്. അതിനപ്പുറത്തേക്ക് ദേശീയപാത അതോറിറ്റിയിൽ നിന്ന് വന്ന വലിയ വീഴ്ചയുടെ ഭാഗമായിട്ട് കൂടി ഉണ്ടായ ഒരു അപകടവും മരണവുമാണ്. 44-കാരിയായിട്ടുള്ള യുവതി, പേര് മാധവി എന്നാണ് ഇവരുടെ പേര്. ഈ മാധവി ഇന്നലെ ദേശീയപാത 66-ൽ കുളൂറിനടുത്തുകൂടി സഞ്ചരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ റോഡിൽ വലിയൊരു കുഴിയിലേക്ക് വീഴുകയും ആ കുഴിയിൽ നിന്ന് ഇവർ തെറിച്ച് റോഡിലേക്ക് പോവുകയും പിന്നാലെ ഒരു ട്രക്ക് വന്ന് ഇവരുടെ ശരീരത്തൂടെ കയറി ഇറങ്ങിയാണ് ഇവർ മരിക്കുന്നത്. ഇന്നലെ രാവിലെ 8:30 സംഭവം. ഈ ചില CCTV ദൃശ്യങ്ങളൊക്കെ ഇതിന് പിന്നാലെ പുറത്തു വന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനം, ഈ റോഡിലായിട്ട് പലയിടത്ത് ഈ 1/2 കിലോമീറ്റർ ആയിട്ട് തന്നെ പലയിടങ്ങളിൽ വലിയ വലിയ കുഴികളുണ്ട്. ഇത് പലപ്പോഴും അവിടുത്തെ നാട്ടുകാർ പരാതിപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ യാതൊരു തരത്തിലുള്ള ഒരു കുഴി അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ദേശീയപാത അതോറിറ്റിയിൽ നിന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ഉയർന്നു. അതിന് പിന്നാലെ ഇപ്പോൾ ദേശീയപാത അതോറിറ്റിക്കെതിരെ മംഗളൂരു സിറ്റി പോലീസ് പരാതിയും എടുത്തിട്ടുണ്ട്. ഇത് ദേശീയപാത അതോറിറ്റിയുടെ വീഴ്ചയാണ് എന്നുള്ള കാര്യം കൂടി അധികൃതർ സ്ഥിരീകരിച്ച് തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അപകടമാണ് ആ ദൃശ്യങ്ങൾ. അതിനപ്പുറത്തേക്ക് ദേശീയപാതയിലാണ് ഈ അപകടക്കുഴി, അതിലൊരാളുടെ ജീവൻ നഷ്ടമായിരിക്കുന്നത് മംഗളൂരുവിൽ. മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകിയത്.